ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് യൂസേജസ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് വേസ് ടു സേ ഐ എം ഹംഗ്രി. ഫസ്റ്റ് വൺ ഇസ് പെക്കിഷ് ഓർ ഫീലിംഗ് പെക്കിഷ്. ഫസ്റ്റ് വൺ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ എം സ്റ്റാർട്ടിങ് ടു ഫീൽ പെക്കിഷ്. എനിക്ക് വിശപ്പുണ്ട്, നല്ല വിശന്ന് വരുന്നുണ്ട്. ഐ എം വെരി ഹംഗ്രി എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാം? ഐ എം സ്റ്റാർട്ടിങ് ടു ഫീൽ പെക്കിഷ്. And the next one is she felt peckish and grabbed a snack. എന്താണ്, പെട്ടെന്ന് ഒരു ഗേൾ ഭയങ്കര വിശന്നിട്ട് എന്ത് ചെയ്തു, പെട്ടെന്നൊരു സ്നാക്ക് എടുത്ത് കഴിച്ചു. ഓക്കെ, അല്ലെങ്കിൽ സ്നാക്ക് കയ്യിൽ ആക്കി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഗോട്ട് എനിത്തിങ് ടു മഞ്ച് ഓൺ. ഐ എം ഫീലിംഗ് എ ബിറ്റ് പെക്കിഷ്. നമ്മുടെ സ്കൂളിൽ നിന്നും ഓഫീസിൽ നിന്നും ഒക്കെ വന്നിട്ട് നമ്മുടെ വീട്ടിലെ അമ്മയോടും അച്ഛനോടും ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഓ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ ഇവിടെ കഴിക്കാൻ. നമ്മൾ ഒന്നെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കും അല്ലേ, അല്ലെങ്കിൽ കിച്ചണിലെ ബോക്സസ് ഒക്കെ തുറന്ന് നോക്കും. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഒരു ഫീലിംഗ്? ഗോട്ട് എനിത്തിങ് ടു മഞ്ച്, ഐ എം ഫീലിംഗ് a bit peckish. നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ, എന്തെങ്കിലും ഒന്ന് നമ്മൾ എന്ത് പറയും, ഒന്ന് സ്നാക്കായിട്ട് കഴിക്കാനുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് സ്റ്റാർവിങ് ഓർ ഫാമിഷ്ഡ്. ഐ ഹാവൻറ്റ് ഈറ്റൻ ഓൾ ഡേ, ഐ ആം സ്റ്റാർവിങ്. എന്താണ്, ഞാൻ ഇന്ന് ഒന്നും കഴിച്ചില്ല, എനിക്ക് വിശന്ന് വലഞ്ഞിട്ട് വയ്യ പറയില്ലേ, അതാണ് ആ ഒരു യൂസേജ്. The next one is after the hike we were absolutely famished. എന്താണ്, after the hike we were absolutely famished. എന്താണ് പറയുന്നത്, ശരിക്കും വിശന്നു, ഭയങ്കരമായിട്ട് വിശന്നു. ആ ഒരു ഹൈക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിശന്നു ഞങ്ങൾക്ക് എന്ന് പറയാണ്. And the next one is I could eat a horse. നമ്മൾ പറയത്തില്ല എനിക്കൊരു കുതിരയെ കഴിക്കാനുള്ള വിശപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ആനയെ കഴിക്കാനുള്ള വിശപ്പുണ്ടെന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, ഐ സ്കിപ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് നൗ ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്തു, ഇപ്പം എനിക്ക് എന്തുണ്ട്, ഒരു കുതിരയെ കഴിക്കാനുള്ള ഒരു വിശപ്പുണ്ട്. അത്രയ്ക്ക് മാത്രം വിശപ്പുണ്ടെന്നാണ് പറയുന്നത്, അല്ലാതെ ഹോഴ്സിനെ കഴിക്കാന്നല്ല, അത്ര മാത്രം വിശപ്പുണ്ടെന്നാണ് പറയുന്നത്. The next example is after the long trip it was so hungry I could eat a horse. എന്താണ്, ആ ഒരു വലിയ നീണ്ട യാത്രയ്ക്ക് ശേഷം എനിക്ക് അത്രയ്ക്ക് വിശന്നു, ഇടയിലൊന്നും കടകളൊന്നും ഉണ്ടായിരുന്നില്ല, വിശപ്പ് സഹിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല പറയില്ലേ, അതാണ് സംഭവം. ഓക്കെ, and the next example is usages on an empty stomach. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഡോണ്ട് ഡ്രിങ്ക് കോഫി ഓൺ ആൻ എംപ്റ്റി സ്റ്റൊമക്ക്. എന്ത് പറയും, ഓൺ ആൻ എംപ്റ്റി സ്റ്റൊമക്ക്? നമ്മൾ എന്താണ്, വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കാലിവയർ മീൻസ് വിശപ്പുണ്ടല്ലേ, അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചായയോ കോഫിയോ ഒന്നും കുടിക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഇറ്റ്സ് ഹാർഡ് ടു ഫോക്കസ് വെൻ യു ആർ റണ്ണിങ് ഓൺ ആൻ എംപ്റ്റി സ്റ്റൊമക്ക്. നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, നമ്മൾ വിശന്ന് വലഞ്ഞ്. അതിനാണ് പറയുന്നത്, നമ്മുടെ എക്സാം ടൈമിൽ നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ന്യൂട്രിയൻ വാല്യൂ അല്ലെങ്കിൽ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കോൺസെൻട്രേഷനോ ഫോക്കസോ ഒന്നും കിട്ടില്ല. ദാറ്റ് ഈസ് എ യൂസേജ്. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക, ഇത് വളരെ ഫണ്ണി ആയിട്ടുള്ള യൂസേജ് ആണ്.